40-കാരിയുടെ പ്രണയം ഭാഗം 106. മോളെ, ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് പോവണ്ടേ? തന്നെ ചേർത്ത് പിടിച്ച് അമ്മുവിൻ്റെ മുഖമുയർത്തിക്കൊണ്ട് തന്നെ ജയ് ചോദിച്ചു. എന്തോ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ ഈ നിമിഷം ഒരുപാട് നേരം നീണ്ടുപോയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാണ് ബ്രോ. മോളെ, ഞാൻ പറഞ്ഞല്ലോ, മോക്ക് ഞാനുണ്ടാവും. നമുക്ക് പോയാലോ? എവിടെയാ ഇനി പോകുന്നേ? നീ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എവിടെ പോകണമെന്ന് അറിയില്ല ബ്രോ. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ നമുക്ക് പ്ലാൻ ഉണ്ടാവും, അവിടെ പോകാം, ഇവിടെ പോകാം, ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്തത് എന്നൊക്കെ. പക്ഷേ നിൻ്റെ കൂടെ എവിടെയും പോകണമെന്നില്ല, വെറുതെ ഇങ്ങനെ നടന്നാൽ മതി. അമ്മു ജയുടെ മുഖം നോക്കി സന്തോഷത്തോടു കൂടി പറഞ്ഞു. മോള് വല്ലാണ്ട് ഹാപ്പി ആയല്ലോ അല്ലേ? പിന്നെ നീയല്ലേ കൂടെയുള്ളേ? എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ. അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പി ആവണ്ടേ? വാ, ഈ സന്തോഷം എന്നും എൻ്റെ മോളുടെ മുഖത്ത് കാണണം. അതാ എൻ്റെ ആഗ്രഹം. അതിന് ഒരൊറ്റൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അതെന്താ? എന്നും നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ മോളൂ, ഞാൻ ഉണ്ടാവും കൂടെ, ഉറപ്പ്. മീനുവിനെ ഉപേക്ഷിക്കേണ്ടി വരും, പക്ഷേ അമ്മുവിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. തൻ്റെ ജീവിതത്തിൽ ഈ ബന്ധം എന്നും നിലനിൽക്കണം, ജയ് മനസ്സിൽ തീരുമാനിച്ചു. പെട്ടെന്നായിരുന്നു വല്യേട്ടനെ തേടി ഒരു ഫോൺ കോൾ എത്തിയത്. വല്യേട്ടൻ വല്ലാണ്ട് അസ്വസ്ഥനായിരുന്നു. ഹലോ. ആ, എന്താ ഏട്ടാ? ഏട്ടാ, അത് ആ പെൺകൊച്ച്. എന്താടാ? ഏട്ടാ, അത് നമ്മുടെ അമ്മുവിനെ പോലെയാ കാണുമ്പോൾ തോന്നുന്നത്. വല്യേട്ടനൊന്ന് നെട്ടി. അമ്മോ, എന്തൊക്കെയാ പറയുന്നത്? അതേ ഏട്ടാ, സാരി ഉടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കാണുമ്പോൾ നമ്മുടെ അമ്മുവിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അമ്മു ബാംഗ്ലൂർ. എടാ, നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ അവന്? ഇല്ല ഏട്ടാ, കൂടെയുള്ള കൊച്ചിനെ കണ്ട് അമ്മുവിനെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഏട്ടനെ വിളിച്ചതാണ്, ഒന്നും ചെയ്തില്ല. എടാ, എങ്കിലൊന്നും ചെയ്യില്ലേ? വല്യേട്ടൻ വിറങ്ങിച്ചു. വല്യേട്ടൻ പേടിച്ചു പോയി. ഇല്ലേട്ടാ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, തൊട്ടടുത്തുണ്ടെന്നേ ഉള്ളൂ. അമ്മുവിനെ പോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വിളിച്ചത്. എടാ, ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതുവരെ ഒന്നും ചെയ്യില്ലേ? ഇല്ലേട്ടാ, ഒന്നും ചെയ്യില്ല. വല്യേട്ടൻ ഭയത്തോടു കൂടി തന്നെ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഈശ്വര, ഞാൻ എന്തേ ചെയ്യാൻ പോയേ? സംശയം തീർക്കാൻ വേണ്ടി ജയ്യെ വിളിക്കാൻ വല്യേട്ടൻ തീരുമാനിച്ചു. ഹലോ. വല്യേട്ടൻ ഹലോ പറഞ്ഞു. ഹലോ. എന്താ വല്യേട്ടാ, സുഖമല്ലേ? സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ ജയ് ചോദിച്ചു. ആടാ, സുഖമാണ്. നീ ഇപ്പോൾ എവിടെയാടാ? ഞാൻ ബാംഗ്ലൂരുണ്ട് വല്യേട്ടാ, അമ്മോനെ കാണാൻ വന്നതാ. അമ്മോണ്ട് കൂടെ. അല്പം ആശ്വാസമായി വല്യേട്ടന്. എന്തു പറ്റില്ലേട്ടാ? ശബ്ദത്തിലൊക്കെ വല്ലാണ്ടൊരു ചേഞ്ച്. ഒന്നുമില്ലടാ, അത് ഞാൻ പെട്ടെന്ന് ടെൻഷനായിപ്പോയി, അതാ. ടെൻഷനോ? എന്തിന്? ഇവിടത്തെ കാര്യത്തിലാ പറഞ്ഞേ. ഓ, വല്യേട്ടൻ ഇപ്പോൾ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഓക്കെയാണ്. അല്ല, നീ എന്താ അമ്മുവിനെ കാണാൻ ബാംഗ്ലൂർ പോയത്?
കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു വല്ലേട്ടാ. അത് കാരണം വന്നതാ. അമ്മുവിന് വല്ലാണ്ട് നിർബന്ധം വന്ന് കാണണമെന്ന്. അങ്ങനെ വന്നതാ വല്ലേട്ടാ. ആ, അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാ കാണാൻ വന്നതിൽ. ആണോ? ആ, ആ, വല്ലേട്ടാ ഓക്കെ അല്ലേ? ആ, ആ, ഞാൻ ഓക്കെ ആണെടാ. എന്നാൽ ശരി, നീ വെച്ചോ. ഇതും പറഞ്ഞ് വല്ലേട്ടൻ കോൾ കട്ട് ചെയ്തു. ഈശ്വര, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നത്? വല്യേട്ടൻ പെട്ടെന്ന് തന്നെ അവരെ ഫോൺ വിളിച്ചു. എടാ വിട്ടേക്ക്, ഓക്കെ? അപ്പോൾ ആരാ വല്ലേട്ടാ ആ പയ്യൻ? ആ, അത് അത് എൻ്റെ സ്വന്തം മോനാ. ആ, മോനോ? ആ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ വിട്, നിങ്ങൾ അവിടെ നിന്ന് വിട്ടോ, ഓക്കെ? ഇതും പറഞ്ഞ് വല്യേട്ടൻ കോൾ കട്ട് ചെയ്തു. ആ സമയം വല്യേട്ടൻ്റെ മുഴുവൻ ദേഷ്യവും ആമിയോടായിരുന്നു. ആ ദേഷ്യത്തിൽ തന്നെ വല്യേട്ടൻ ആമിയെ ഫോൺ വിളിച്ചു. ആമി ഫോൺ എടുത്തു. ആ, എന്തായി വല്യേട്ടാ? നീ അവൻ്റെ മരണവാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ആമിയോട് വല്യേട്ടൻ ചോദിച്ചു. ആ, വല്യേട്ടൻ്റെ ആ ചോദ്യത്തിൽ എന്തോ ഒരു പന്തികേട് ആമിക്ക് തോന്നി. എടി, ഞാൻ കരുതിയത് നീ എൻ്റെ പെങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്നായിരുന്നു. ഇത്രയും വർഷത്തെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ആ ഒരു വാല്യൂ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ തന്നെ നിന്നെ കണ്ടത്. അതുകൊണ്ടാണ് നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ഇനിയില്ല. ആ, ഏട്ടാ എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിനക്കെൻ്റെ പെങ്ങളോട് അസൂയാണല്ലേ? ആ, ഏട്ടാ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിലുള്ള അസൂയ. അതിന് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ ഇല്ലാതാക്കാൻ നോക്കുന്നു. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ചീത്തയാണെന്ന് ഞാൻ കരുതിയില്ല. ആ, ഏട്ടാ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ലേ? എൻ്റെ നിന്റെ വാക്കും കേട്ട് ഞാൻ അവനെ ഒന്നെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? ഈശ്വരനാ ആ സമയത്ത് അവർക്ക് ആ ബോധോദയം ഉണ്ടാക്കിയത്. അവരെന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, ചോദിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എൻ്റെ പെങ്ങളോട് ഞാൻ എന്ത് പറയുമായിരുന്നടി? വല്ലേട്ടാ, എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാടി? അതുകൂടി നീ പറയ്. ഒരു പെൺകുട്ടി. അതെ, ആ പെൺകുട്ടി ആരാ? അതെനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാ ആ പെൺകുട്ടിയെ എനിക്കറിയാം. വല്യേട്ടൻ അറിയാവോ? അറിയാം. ആരാ? മീനുവിൻ്റെ മകൾ അമ്മു. അമ്മുവിനെ കാണാനാണ് അവൻ ബാംഗ്ലൂർ പോയത്, അല്ലാതെ കാമുകിയെ കാണാനല്ല. അവൻ്റെ സ്വന്തം മകളായി കാണുന്ന അവളെ കാണാൻ. ആമയൊന്ന് നെട്ടി. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? കാമുകിയാണത്രേ. എന്തൊക്കെയാണ് നീ പറഞ്ഞുണ്ടാക്കിയത്? വലേട്ടാ, ഫോട്ടോസിൽ അമ്മുവിൻ്റെ മുഖം വ്യക്തമല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല. അമ്മുവിൻ്റെ മുഖം വ്യക്തമാക്കാത്ത ഫോട്ടോസ് ആയിരിക്കുമല്ലോ എടുത്തത് അല്ലേ? എൻ്റെ ഏട്ടാ അങ്ങനെ അല്ല, ഫ്രണ്ടാണ് ഫോട്ടോ അയച്ചു തന്നത്. അവൾക്ക് അത്രയും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ സാരി ഉടുത്തൊരു പെൺകുട്ടിയാ. അമ്മു ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. അമ്മ സാരി ഉടുത്ത് വലിയിടം കണ്ടിട്ടുണ്ടോ? മതി, നീ ന്യായീകരിക്കാൻ നിൽക്കണ്ട. നിന്റെ മനസ്സ് നിറയെ അവളോടുള്ള അസൂയ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടിയതിലുള്ള അസൂയ. ആ ബന്ധം തകർക്കാൻ വേണ്ടിയാണ് നീ ശ്രമിക്കുന്നത്. എന്തൊക്കെയാ വല്ലേട്ടാ ഈ പറയുന്നത്? ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. മതി, നിർത്തിക്കോ അവളുമായിട്ടുള്ള നിൻ്റെ ഫ്രണ്ട്ഷിപ്പ്. ഇനി അവളുടെ കൂടെ നിന്ന് ഞാൻ കണ്ടെന്ന് വെച്ചാൽ നിൻ്റെ ജീവനായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. ഏട്ടാ, കൂടുതലൊന്നും പറയരുത്. ഞാൻ എന്താ പറയാന്ന് എനിക്ക് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നിൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ എന്നുള്ള ഓർത്ത് എനിക്ക് കുറ്റബോധം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എല്ലാത്തിനും കാരണക്കാരി നീയാ. ഏട്ടാ, വെച്ചിട്ട് പോടി. ഇതും പറഞ്ഞ് വല്യേട്ടൻ കോൾ കട്ട് ചെയ്തു. ഈശ്വര, നീ കാത്തു.
അവൻ്റെ ജീവന് ആപത്തൊന്നും വരുത്തിയില്ലല്ലോ. ദേഷ്യമൊന്നും തണുത്ത് സങ്കടം ഒന്ന് ആശ്വസിച്ചതിന് ശേഷം കുറച്ച് സമയമെടുത്ത് വല്യേട്ടൻ ജയ്യെ വീണ്ടും വിളിച്ചു. ആ ഹലോ. ആ എന്താ വല്യേട്ടാ, എന്തു പറ്റി, ഓക്കെ ആയോ? ആ ഓക്കെ ആയടാ. ആ അമ്മ എന്തു പറയുന്നു? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിങ്ങനെ വെറുതെ നടക്കാം, എവിടെ ഇവക്ക് പോകണ്ടത്രേ. ഒരു സിനിമയൊക്കെ കണ്ടു, ചെറുതായിട്ട് മാളൊക്കെ ഒന്ന് കറങ്ങി, അത്രയേ ഉള്ളൂ. എൻ്റെ കൈ പിടിച്ച് നടന്നാൽ മതിയെന്നാ ഇവളുടെ വാദം. ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മു ആ സമയം ഫോൺ വല്യേട്ടൻ്റേതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ജയിൽ നിന്ന് പിടിച്ചു വാങ്ങി. ഹലോ. ആ എന്താ മോളെ, സുഖമല്ലേ? പിന്നെ പരമസുഖം. അതിങ്ങനെ ചോദിക്കാനുണ്ടോ? എൻ്റെ ബ്രോയുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ സുഖത്തിലും സന്തോഷത്തിലും അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? അമ്മുവിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ബ്രോ ആയി എല്ലാം, നമ്മളൊക്കെ പുറത്ത് അല്ലേ? വല്ലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതങ്ങനെ തന്നെയല്ലേ, എന്താ ഇപ്പം സംശയം? എനിക്കെൻ്റെ ബ്രോയ്ക്ക് പകരമായിട്ട് ആരുമില്ല, ഇനി ആരും ഉണ്ടാവാനും പോകുന്നില്ല. ബ്രോ തന്നെയാണ് ഫസ്റ്റ്. അവളുടെ വാക്കുകളിൽ നിറയുന്ന സന്തോഷം വല്യേട്ടന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ആ ബ്രോയപ്പോൾ ദത്തെടുത്തോ നീ? പിന്നല്ലാണ്ട്, ഇനി ബ്രോ എനിക്ക് മാത്രം സ്വന്തമാണ്, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ അങ്ങനെ, എന്നാ എന്തിനാ ഈ ബ്രോ എന്ന് വിളിക്കുന്നേ? വല്യേട്ടൻ ചോദിച്ചു. ആ അത് പിന്നെ ഞാൻ ബ്രോ ഡാഡി എന്ന് വിളിക്കാം എന്ന് വിചാരിച്ചതാ, പിന്നെ അത് ബോറായിപ്പോ എന്നൊരു സംശയം, അത് കാരണമാണ് ബ്രോ എന്ന് തന്നെ വിളിക്കുന്നത്. വല്യേട്ടൻ ചിരിച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ. നിങ്ങളുടെ സ്നേഹം അങ്ങനെ അങ്ങ് നിലനിൽക്കട്ടെ എപ്പോഴും. അല്ല, ഇനി എപ്പോഴാണാവോ അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? അമ്മു ചോദിച്ചു. അമ്മുവിൻ്റെ സംസാര രീതിയിൽ തന്നെ ആ മാറ്റം വല്യേട്ടൻ ശ്രദ്ധിച്ചു. ആ വരണം, എന്നെക്കുറിച്ചുള്ള കംപ്ലൈൻസുമായിട്ട് ഒരുപാട് ടീച്ചേഴ്സും ഒരുപാട് വാർഡനും ഒക്കെ പറയാനുണ്ട്. എന്നെക്കുറിച്ചുള്ള പരാതികൾ കുന്നുകൂടി കിടപ്പുണ്ട്. എപ്പോഴാ വന്ന് എല്ലാം ഒന്ന് തീർപ്പാക്കുന്നത്? അമ്മു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ നിന്നെക്കുറിച്ചുള്ള പരാതികൾ കേട്ട് കേട്ട് മടുക്കാറാണല്ലോ എൻ്റെ ചെവികൾ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും ഇത് നന്നായിക്കൂടെ മോളെ? ഇനി നന്നാവും, ശരിക്കും നന്നാവും, പേടിക്കണ്ട. ഇത് ലാസ്റ്റ് പരാതി തീർക്കലായിരിക്കും, ഇനി അങ്ങോട്ട് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അമ്മുവിന് അത് പറയുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു. ഓ അതെന്താ ഇനി അങ്ങോട്ട് നന്നാവും? ഇനി അങ്ങോട്ട് എനിക്കൊരാളെ കിട്ടിയില്ലേ, അപ്പോൾ പിന്നെ നന്നായല്ലേ പറ്റുള്ളൂ. കാരണം എൻ്റെ ബ്രോ നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ബ്രോയുടെ മകളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഞാനൊരു നല്ല കുട്ടി ആവണ്ടേ? ഓ അങ്ങനെ, അച്ഛൻ നന്നായതുകൊണ്ട് മോൾ നന്നാവാൻ പോവാ? എന്താ അത് വേണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ, സന്തോഷമേ ഉള്ളൂ. നീ ഒന്ന് നന്നായി കണ്ട് കണ്ണടയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അയ്യോ ഇപ്പം തന്നെ ചാവാൻ പോവാണപ്പോ? അമ്മു വല്യേട്ടനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ഇനി ചത്താലും സന്തോഷമേ ഉള്ളൂ എന്നാ ഉദ്ദേശിച്ചത് മാഡം. വല്യേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ നിങ്ങളോട് സംസാരിച്ച് തീർക്കാനുള്ളതല്ല, ഇപ്പോൾ ഫോൺ വയ്ക്കൂ. ഇതും പറഞ്ഞ് അമ്മു കോൾ കട്ട് ചെയ്തു. എന്തൊക്കെയാണ് വല്യേട്ടനോട് പറയുന്നത്? കട്ട് ചെയ്തയുടൻ ജയ് അമ്മുവിനോട് ചോദിച്ചു. പാവം, ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാളാണ്, ഒരല്പം ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതെങ്ങനെയാ മോള് കാരണം വല്യേട്ടൻ വേദനിച്ചത്? എപ്പോഴും എൻ്റെ പരാതി കേൾക്കൽ മാത്രമായിരുന്നല്ലോ, അതുകൊണ്ട്. ഓ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ടീച്ചേഴ്സിനൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഉപദേശവും വല്യേട്ടൻ്റെ ഉപദേശവും ഞാൻ ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ വിടും, അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത് അവരുടെ ശീലമായതുകൊണ്ട് അവർ പറഞ്ഞു പോവും, ഞാൻ എൻ്റെ രീതിയിലും പോവും. അത് കാരണം ഒരിക്കലും എന്നെക്കുറിച്ചുള്ള പരാതികൾ അവസാനിക്കാറില്ല. ഓ അങ്ങനെ. അല്ല, എന്നെ കാണാൻ വന്നപ്പോൾ വാർഡനൊന്നും പറഞ്ഞില്ലേ? ജയ്യോട്
അമ്മു ചോദിച്ചു. പിന്നെ വാടൻ നന്നായി പറഞ്ഞു. ഓ, അപ്പോൾ ഏകദേശം എൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ? ആ, മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ആം, അതെന്താ? ഈ പറയുന്ന സ്വഭാവം ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. വാർഡൻ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. പറയുന്നത് എൻ്റെ മോൾ അമ്മൂനെക്കുറിച്ചല്ലേ എന്ന്. ഞാൻ ചിന്തിച്ചു, എൻ്റെ മോളെക്കുറിച്ചോ എന്നൊരവസ്ഥയിലായിപ്പോയി. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ മോള് എൻ്റെ അടുത്ത് മാത്രമാണ് അങ്ങനെയെന്ന്, അല്ലേ? ജയ് ചിരിച്ചുകൊണ്ട് അമ്മുവിനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. സത്യം. സത്യമാണ് ബ്രോ. ഞാൻ നിൻ്റെ അടുത്തെത്തുമ്പോൾ എന്തോ പൂച്ചക്കുട്ടി പോലെ ആവുന്നു. എനിക്ക് സംസാരിക്കാൻ എന്തോ ശബ്ദമില്ലാത്ത പോലെ. നിൻ്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെയായി പോകുന്നു. എന്താ അതിന് കാരണം? എനിക്കറിയില്ല. എന്നാൽ ശരി, നമുക്കിനി തിരിച്ചു പോയാലോ? എനിക്ക് 4 മണിക്കൂറാണ് ടൈം അനുവദിച്ചിട്ടുള്ളത്. നമുക്ക് പോവാം, തിരിച്ചെത്തണ്ടേ? അത് കുഴപ്പമൊന്നുമില്ല, സമയം മാറിയെന്ന് വെച്ച് എനിക്കതൊന്നും വിഷയമല്ല. അവിടുത്തെ ഒരു നിയമവും എന്നെ ബാധിക്കാറില്ല. പക്ഷേ ഞാനങ്ങനെയല്ല, എനിക്ക് ആ നിയമം നിർബന്ധമാണ്. ജയ് അമ്മുവിനോടായി പറഞ്ഞു. അമ്മുവിൻ്റെ മുഖം ചുവന്നു. ഇവൾ അമ്മയുടെ മകള് തന്നെ. അവളുടെ മുഖം വാടിയത് കണ്ട് ജയ് മനസ്സിൽ പറഞ്ഞു. അയ്യോ, മുഖം വാടണ്ട, പാതിരാത്രി വരെ നിൽക്കണമെങ്കിലും കുഴപ്പമില്ല, പോരെ? താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇതും പറഞ്ഞ് അവൾ ജയ്യെ വീണ്ടും ഒന്ന് ചേർത്ത് പിടിച്ചു. ബാംഗ്ലൂർ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ അമ്മു ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണെന്ന് ജയ്ക്ക് തോന്നി. അവൾ അത്രയും സന്തോഷിക്കുന്നുണ്ട്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ അവൾക്ക് കിട്ടാതെ പോയതെല്ലാം ഒരു നിമിഷം കൊണ്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്തെന്ന് ജയ്ക്ക് മനസ്സിലായി. ആ വാചകം അവളുടെ നാവിൽ നിന്ന് കൂടി ജയ് കേൾക്കാനിടയായി. ബ്രോയ്ക്കറിയാവോ? എന്ത്? എനിക്ക് പറയാൻ ഒരുപാട് ബന്ധുക്കളുണ്ട് ബ്രോ. അമ്മയ്ക്ക് വലിയ കുടുംബമുണ്ട്, അച്ഛനും വലിയ കുടുംബമുണ്ട്, അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ. പക്ഷേ ഈ ലോകത്ത് അനാഥരായിട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ പോലെയാണ് ഞാൻ ജീവിച്ചത്. ചോദിക്കാനും പറയാനും ആരുമില്ലാണ്ട്, ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ലാണ്ട്, അങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടല്ലോ ബ്രോ, അതൊക്കെ ഒരു ജീവിതമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. എല്ലാവരും ഉണ്ടായിട്ടും ഇത്രയും വർഷം താൻ അനുഭവിച്ച അനാഥ ജീവിതം അവൾക്ക് അത്രത്തോളം വേദനയാണ് ഉണ്ടാക്കിയതെന്ന് ജയ്ക്ക് മനസ്സിലായി. ഒരു സത്യം കൂടി ആ നിമിഷം ജയ് തിരിച്ചറിഞ്ഞു. പണം കൊണ്ട് എല്ലാം നേടാമെന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ്. പണത്തിന് ഒരിക്കലും സ്നേഹത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. കോടീശ്വരിയായ മീനുവിൻ്റെ മകളായിട്ട് ജനിച്ചിട്ടും അവൾ കൊതിക്കുന്നത് സ്നേഹമാണ്. അവൾക്ക് ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ കിട്ടാത്ത പോയതും അത് തന്നെയാണ്. അതിൻ്റെ വേദനയും സങ്കടത്തിലുമാണ് അവൾ ഇത്രയും വർഷം ജീവിച്ചത്. അച്ഛനും അമ്മയും വേർപിരിയുന്നു, ആരുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് എനിക്ക് അച്ഛൻ്റെ കൂടെ എന്നായിരുന്നു മറുപടി. പക്ഷെ ഞാൻ കരുതിയതുപോലെ ഒന്നും ആയിരുന്നില്ല ബ്രോ അച്ഛൻ്റെ കൂടെയുള്ള ജീവിതം. അച്ഛനെന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ വാക്കുകൾ പറയാനാവാതെ അമ്മു ഒരു നിമിഷം അങ്ങ് നിന്നു. എന്താണ് അമ്മു പറയാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ ജയ്യും. എന്തായിരിക്കും അമ്മുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്?
അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിന് ശേഷം അമ്മുവിൻ്റെ ജീവിതം ഒരനാഥയെപ്പോലെ ആയത് എന്തുകൊണ്ടായിരിക്കും? കഥയറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.